ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേക്കിനുള്ള ഫ്ലോർ മിക്സ് റെഡിയാക്കാം. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഫ്ലോറ്, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഈ ഒരു ക്ലീനായ ബൗളിലേക്ക് 3 എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ചത്. അതിലേക്ക് 1/3 കപ്പ് ഷുഗർ പൊടിച്ചതും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് വരെ ബീറ്റ് ചെയ്താലേ നമ്മുടെ ബാറ്റർ നല്ലപോലെ തിക്കാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് വളരെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച 6 ഇഞ്ചിൻ്റെ മൗണ്ടിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 120 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മിൽക്ക്, 1/2 കപ്പ് ക്രീം, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് കേക്ക് മുഴുവനായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒഴിക്കുന്ന മിൽക്ക് മിക്സ് കേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് ക്രീമാണ് ഇവിടെ എത്തിച്ചത്. ഈ ക്രീം സ്റ്റിഫാകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 2 മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ക്രീം വെച്ച് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പർ ഉപയോഗിച്ച് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ നോർമൽ ഹോൾ ഇട്ട് കൊടുത്ത് ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് പിസ്താഷ്യോ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായി ഫോണ്ടൻറ്റിൽ 19 എന്ന എഴുതി ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.